സെക്ഷന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് സുഹൃത്ത് സമ്മേളനമെന്നാണ്. ഒരു സുഹൃത്തായി, അതിലേറെ സഖാവായി, കേരളത്തിലെ ജോയിന്റ് കൗൺസിലിന്റെ പ്രതിനിധിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നതിൽ ഉള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ്. കൂടെ ഇന്നലെ നിങ്ങളെ തുടങ്ങിയ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ ഭാരവാഹികൾക്ക് ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പോരാളികളായിട്ടുള്ള സഖാക്കളാണ് ഈ സമ്മേളനത്തിന്റെ പ്രതിനിധികളായി പങ്കെടുക്കുന്നു എന്നുള്ളത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ലഭിച്ച അവസരത്തെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഇവിടെ ഈ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ സംസ്ഥാന ട്രഷറർ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം ഈ സുഹൃത്ത് സമ്മേളനത്തിന്റെ വിഷയത്തെ സംബന്ധിച്ചുള്ളൊരു സൂചനയും ഈ കാലത്തെ സിവിൽ സർവീസും പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന സർവ്വ മനുഷ്യരും സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു അഭിപ്രായ പ്രകടനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു സംശയവും വേണ്ട, കേരളത്തിലെ സർവീസ് മേഖലയിലും ഇന്ത്യയിലെ സിവിൽ സർവീസ് മേഖലയും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുകയും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയസമീപനങ്ങളാണ്. ഏറ്റവും ശക്തമായി ആ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാതെ നമുക്കൊന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്ന നയസമീപനങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നമ്മുടെ രാജ്യമാകെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് നമ്മളും നിങ്ങളും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മേഖലകൾക്കും ഏരിയകളിലുമെല്ലാം നേതൃത്വം കൊടുക്കുന്ന സഖാക്കൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്കറിയാം. പണിമുടക്ക് കൊണ്ടും പ്രക്ഷോഭങ്ങൾ കൊണ്ടും എന്ത് നേടി എന്നുള്ള ചോദ്യങ്ങൾ പലതവണ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കും. എത്ര ചോദ്യങ്ങളുണ്ടായാലും ആശയ വ്യക്തതയോടുകൂടി നമ്മുടെ മുന്നിൽ വന്നു ഭവിച്ചിരിക്കുന്ന കൊടിയ ദുരന്തത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എൻജി യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് ചേർന്ന് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് സഖാവ് അജിത് കുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിലെയും ഇന്ത്യയുടെയും സർവീസ് മേഖലയിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. യോജിപ്പുകൾക്ക് ഒരു കുറവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിടത്തും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങളും നിങ്ങളും പിടിക്കുന്ന കൊടി ഈ ചുവന്ന പതാകയാണ്. രാവിലെ പുന്നപ്പുറയിലും വയലാറിലെയും രക്തസാക്ഷികൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അവിടെയും ഒരുപാട് മനുഷ്യന്റെ യാതനകൾക്ക് വേദനകൾക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി സമത്വസുന്ദരമായ ഒരു നല്ല നാളെയുടെ സൃഷ്ടിക്കു വേണ്ടി പൊരുതി മരിച്ച ഒരുപാട് മനുഷ്യന്റെ ഓർമ്മകളാണ് നമുക്ക് ഈ വയലാറിന്റെയും പുന്നപ്പുറയുടെ മേളനം കഴിഞ്ഞ് ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ഊർജമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രമേയങ്ങളിലൂടെ, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചയിലൂടെ ഈ നാടിന്റെ എല്ലാ നല്ല മനസ്സുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടിന്റെ മുന്നിൽ വന്നു ഭവിച്ചിരിക്കുന്ന കൊടിയ ദുരന്ത സമാനമായ സാഹചര്യങ്ങൾക്കെതിരായി പൊരുതുവാൻ, ഈ നാടിനെയാകെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കും. ആ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകേണ്ട ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ജോയിന്റ് കൗൺസിലിന്റെ പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഈ നാടിന്റെ മുന്നിൽ നമുക്ക് നിർവഹിക്കാൻ ഒരു ചുമതലയുണ്ട്. രാജ്യത്തിന്റെ സിവിൽ സർവീസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ, രാജ്യം സ്വതന്ത്രത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ജനതയെ മുന്നോട്ട് നയിക്കാൻ, സ്വാതന്ത്ര്യത്തിന്റെ പൂർവ്വകാലഘട്ടത്തിൽ രാജ്യത്തെ ചൂഷണത്തിന് വിധേയമാക്കിയിരുന്ന ബ്രിട്ടീഷുകാരന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി
രൂപീകരിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ചരിത്രം എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് സ്വതന്ത്ര സമര കാലഘട്ടത്തിന് ശേഷം ജനകീയ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഘട്ടത്തിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാകാൻ ഏറ്റവും ശക്തമായ സിവിൽ സർവീസ് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ സിവിൽ സർവീസിനെ പരിവർത്തനത്തിന് വിധേയമാക്കി ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സിവിൽ സർവീസിനെ ഒരു പുതിയ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചത്. അങ്ങനെയാണ് നാട്ടിലാകെ പൊതുമേഖലാ സ്ഥാപനങ്ങളും പുതിയ വകുപ്പുകളുമെല്ലാം രൂപീകരിക്കപ്പെടുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ തുടങ്ങിവെച്ച സിവിൽ സർവീസ് അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾ നടപ്പിലാക്കിക്കൊള്ളുമെന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള കടമയാണ് കേരളത്തിലെ പുരോഗമന ചിന്താഗതിയുള്ള ഇന്ത്യയിൽ ഈ നയങ്ങൾക്കെതിരായി വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളുടെയാകെ മനസ്സിലുള്ളത്. നമുക്ക് ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ കഴിയില്ല എന്നറിയാം. നമ്മൾ ഒരു സമരത്തിലും നമ്മൾ സമരം അവസാനിപ്പിക്കുമ്പോൾ തുടർ സമരങ്ങളുടെ കൂടെ അറിയിപ്പ് നൽകിക്കൊണ്ടാണ് നമ്മുടെ സമരങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത്. ഏതെങ്കിലും ഒരു സമരത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതല്ല നമ്മുടെ എല്ലാം മുന്നോട്ട് വയ്ക്കപ്പെടുന്ന മുദ്രാവാക്യത്തിന്റെ ഒരു പ്രസക്തി എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സമരങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ നാട് നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് തിരിച്ചറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ NGO യൂണിയനും കേരളത്തിലെ ജോയിന്റ് കൗൺസിലും എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ കാലത്ത് സിവിൽ സർവീസിൽ അംഗമാകാൻ അവസരം ലഭിച്ചത് എത്ര അഭിമാനത്തോടു കൂടിയാണ് നാം ഓർമ്മിക്കേണ്ടത്. കേരളത്തിന്റെ സിവിൽ സർവീസിനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ കേട്ടവരാണ് നമ്മളെല്ലാവരും. പഴയ കാലമല്ല ഇപ്പൊ കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ മുന്നിലുള്ളത്. ഇന്ത്യയാകെ സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമനം നടത്തുകയും അതിൽ ജീവനക്കാർക്ക് വിരമിക്കുന്ന തസ്തികകളിലേക്ക് സർവീസിലേക്ക് പ്രവേശിക്കാൻ അനുവാദം അവസരവും ലഭിക്കുന്നത് ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന് നാം അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് 2016 അധികാരത്തിൽ വന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സർവീസ് സംഘടനകളുടെ എല്ലാം നേതാക്കന്മാരെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് സർവീസ് സംഘടനകളുമായി ഒരു ചർച്ച നടത്തി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറ്റവും ശക്തമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് സിവിൽ സർവീസിനെ മാറ്റാൻ സിവിൽ സർവീസിന്റെ എല്ലാ പിന്തുണയുമാണ് അദ്ദേഹം അന്ന് അഭ്യർത്ഥിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്ന് സർവീസ് സംഘടനകളുടെ നേതാക്കൾ ഒരു മനസ്സോടുകൂടി അദ്ദേഹത്തിന് കൊടുത്ത വാഗ്ദാനം, ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും ശക്തമായി ഒരു ജനപക്ഷ കേരളം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിനോടൊപ്പം കേരളത്തിന്റെ സിവിൽ സർവീസ് ഒന്നാകെ ആ നിലപാടിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സിവിൽ സർവീസിന്റെ ശക്തി കൊണ്ടാണ് ഈ കേരളം നേടിയ നേട്ടങ്ങളെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സമ്പ്രദായത്തിനാണ് ഈ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോ 9 വർഷം പൂർത്തിയാക്കുമ്പോഴും യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ അഭിമാനം ഇന്നൊരു മാതൃകയായി നിൽക്കുകയാണ്. സിവിൽ സർവീസിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സർവീസിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ സിവിൽ സർവീസിന്റെ മുന്നിലുണ്ട്. എന്റെയും നിങ്ങളുടെയും എല്ലാം മനസ്സിൽ ഒരുപാട് ആശങ്കകളുമുണ്ട്. അത് നമ്മുടെ വേതനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സിവിൽ സർവീസിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള അതിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കേരളം മാതൃകയായി നിൽക്കുമ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്ന മുൻഗണനാ പട്ടികയുടെ കാര്യത്തിൽ സിവിൽ സർവീസിനെ കൂടെ പരിഗണനയ്ക്ക് വിധേയമാക്കപ്പെടണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ മുദ്രാവാക്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ജീവിത അവകാശങ്ങളും നമ്മുടെ സിവിൽ സർവീസിന്റെ സംരക്ഷണവുമെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളും തീർച്ചയായും നമ്മുടെ എല്ലാം തീരുമാനങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും
നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല എന്നുകൂടെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കൊരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിലെ ആകെ മുന്നോട്ട് നയിക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാടുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ജനപക്ഷമായ സിവിൽ സർവീസാണ് കേരളത്തിന്റെ പ്രതീക്ഷയായി ഗവൺമെന്റിന്റെ നയങ്ങളും സമീപനങ്ങളും നടപ്പിലാക്കാൻ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നൽകാനുള്ളത് നൽകുക തന്നെ ചെയ്യുമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞാൽ അതിലൊരു അവിശ്വാസവും ആരും രേഖപ്പെടുത്തുന്നില്ല എന്നുകൂടെ അറിയണം. എല്ലാത്തിലും നമ്മൾ വിശ്വാസമർപ്പിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾ പക്ഷേ ചോദിക്കാതിരിക്കാൻ നമുക്കാവില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല വിധത്തിലും നമുക്ക് മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് വേണ്ടി ചോദിക്കാൻ നമ്മളൊന്ന് മടിച്ചു പോയാൽ പിന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് മുന്തിയ പരിഗണന ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ മുദ്രാവാക്യങ്ങൾ ഏറ്റവും ശക്തമായി പലപ്പോഴും ഉന്നയിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെക്കാൾ പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബാധ്യതയോടുകൂടി കേരളത്തിന്റെ സിവിൽ സർവീസിന് ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. നാം പിടിക്കുന്ന കൊടി ചെങ്കൊടിയാണ്. ആ ചുവന്ന പതാകയ്ക്ക് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. നമ്മളെല്ലാം ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിനാകെ അവന്റെ സമരായുധമായി നാം സ്വീകരിക്കുന്നത് ദർശനങ്ങളാണ്. ആ ദർശനങ്ങളുടെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും നിങ്ങളുമെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ലക്ഷ്യമുണ്ട്. എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പുതിയ കാലത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ ഈ മേഖലയിൽ നിന്ന് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്ന് ഈ നിറഞ്ഞ സമ്മേളനത്തിന്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ അവകാശങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ കാലത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് ഈ മേഖലയിലുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വർഗബോധത്തിനും വർഗസമരത്തിനും ഒരിക്കലും അവധി കൊടുക്കാതെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ കാലത്തിന്റെ വേണ്ടിയുള്ള സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് ഈ മേഖലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഈ നാടിനെ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ നഷ്ടമാകാതിരിക്കാൻ, അതിലൂടെ സിവിൽ സർവീസിനെ സംരക്ഷിക്കാൻ, അതിനും അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പുതിയ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധി സഹാക്കൾക്കും ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള വിപ്ലവ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.